മുർത്തദ്. എന്താ മുർത്തദ് പറഞ്ഞാൽ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നതിൻ്റെ അർത്ഥം അയാൾ വേറെ മതം സ്വീകരിക്കുക എന്നത് മാത്രമൊന്നുമല്ല. ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ നിസ്സാരപ്പെടുത്തിയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിന് ജവാബ് കൊടുത്തില്ലേ കുഴപ്പമില്ല, അതിനെ നിസ്സാരവൽക്കരിച്ച് വേറെ എന്തെങ്കിലും പരിപാടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കല്ലേ മുക്രിക്കാക്ക് വേറെ പണിയില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരാക്കിയാൽ മുർത്തദ്ദായി പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും, മുർത്തദ്ദായി പോകും. അള്ളാഹു തആല ആദരിച്ചതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റൂല, അള്ളാഹു തആല ബഹുമാനിച്ചതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയനെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയനെ നമ്മൾ നിസ്സാരപ്പെടുത്താൻ പറ്റൂല. അള്ളാഹിൻ്റെ വലിയാണെങ്കിൽ ആ വലിയനെ നമ്മൾ അംഗീകരിക്കണം, സ്വഹാബത്തിനെ അംഗീകരിക്കണം. അവരെ നിസ്സാരപ്പെടുത്തിയാൽ മുർത്തദ്ദായി പോകും. 2 വൻദോഷം ചെയ്യുന്ന ആളുകൾ, വൻദോഷം ഒരു പ്രാവശ്യം ചെയ്ത് തൗബ ചെയ്യുക, അതിനെക്കുറിച്ചല്ല പറയണം. നിരന്തരം വൻദോഷം ചെയ്യുക, നിരന്തരം കള്ളുടിക്കുക, നിരന്തരം വ്യഭിചരിക്കുക, നിരന്തരം പരീക്ഷയുമായി ഏർപ്പെടുക. നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വിൽക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, ഹജ്ജിന് പോകുന്നുണ്ടാവും, പക്ഷേ ഈ ശീലങ്ങളുണ്ടാവും. ഹൗദുൽ കൗസർ കിട്ടൂല. നിരന്തരം വൻദോഷങ്ങൾ ചെയ്യുക. അള്ളാഹു തആല കാക്കട്ടെ. മൂന്നാമത്തെ ബിദ്അത്തുകാരൻ. ബിദ്അത്തുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിശദീകരിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്കെതിരായിട്ട് പരിശുദ്ധ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാണ് ബിദ്അത്തുകാരൻ എന്ന് പറയുന്നത്. 4ാമത്തെ വിഭാഗമാണ് മുനാഫിഖുകൾ, കപടവിശ്വാസി. ആരാണ് മുനാഫിഖുകൾ, ആരാണ് കപടവിശ്വാസികൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഈ കപടവിശ്വാസി എന്ന് പറയുന്നതിൽ ആര് പെട്ടു, ആര് പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കപടവിശ്വാസിയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു വാക്ക് പറയുകയാണെങ്കിൽ കളവേ പറയുള്ളൂ. അയാളെ വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം ഏൽപ്പിച്ചാൽ അയാൾ നമ്മളെ വഞ്ചിക്കും. അയാൾ നമുക്കൊരു വാക്ക് തന്നാൽ അത് ലംഘിക്കും. 1 കളവ് പറയാം, 2 നമ്മളെ അടുത്തൊരു വിഷയം പറഞ്ഞു, ആരെടുത്തും പറയരുത് കേട്ടോ, രഹസ്യമാക്കി വെക്കണ്ടോ എന്ന് പറഞ്ഞു. അയാൾ ഇതേപോലെ ആരെടുത്തും പറയരുത് കേട്ടോ, രഹസ്യമാക്കി വെക്കണ്ട 10 ആളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത് പറയാതിരിക്കാൻ എനിക്ക് കഴിയൂല. 3 അയാളോട് ഒരു വിഷയം പറഞ്ഞ ഒരു വാഗ്ദത്തം അയാൾ ചെയ്താൽ അയാളത് ലംഘിക്കും. ഇത് കപടവിശ്വാസത്തിൻ്റെ അയാളാണ്. നമ്മളിതിലുണ്ടോ? നമുക്ക് കളവ് പറയുന്ന ശീലമുണ്ടോ? നമ്മളോട് ഒരാൾ വാക്ക് പറഞ്ഞാൽ നമ്മളെ വാക്ക് ലംഘിക്കാറുണ്ടോ? നമ്മളൊരു മനുഷ്യന് വാക്ക് കൊടുത്താൽ ആ വാക്ക് ലംഘിക്കാറുണ്ടോ? ഒരു കരാറ് ചെയ്താൽ ആ കരാറിനെ നമ്മൾ ലംഘിക്കാറുണ്ടോ? സ്വന്തത്തിലോട്ട് ചിന്തിക്കുക. ഇതാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. പേര് വലിയ അല്ലാമ, ഷെയ്ഖ് അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ പേരക്കാരൻ, പക്ഷെ ഉള്ളിലത്തെ സ്വഭാവം ഇതാക്കാരൻ. അതുപോലെ തന്നെയാണ് മുനാഫിഖിന് വേറെ വിശദീകരണം കൊടുത്ത് കാണാം. അവൻ മുസ്ലിമാണ്, പക്ഷെ മുസ്ലിമായിട്ട് അവൻ ജീവിക്കൂല, അവൻ മുനാഫിഖാണ്. ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്തൊക്കെയുണ്ടോ ആ യോഗ്യതകൾ അനുസരിച്ച് ഒന്നും ജീവിക്കൂല. പേര് മുസ്ലിമാണ്, എന്നാൽ മുസ്ലിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. മുനാഫിഖാണ് അവർ. അല്ലാഹു തആല കാക്കട്ടെ. ഞാനത് കൂടുതൽ പറയണില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ മുസ്ലിമാണ്, മുസ്ലിമായ നമുക്ക് അനുവദനീയമല്ലാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ചെയ്യാൻ പറ്റില്ല. എന്ത് സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് കാര്യങ്ങളുടെ പേരിലാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് 2 മുകൾ ആളുകൾ. ആരാണ് ഈ 2 മുകൾ ആളുകൾ? എന്താ 2 മുഖം എന്ന് പറഞ്ഞാൽ? ഇവിടെ കാണുമ്പോൾ ചിരിക്കും, അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. ഒരാളെ നേരിട്ട് കാണുമ്പോൾ ചിരിക്കും, അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാ, മൻ കാന ലഹു വജ്ഹാനി ഫി ദുനിയ. ഒരു മനുഷ്യന് ദുനിയാവിൽ 2 മുഖം ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യന് ദുനിയാവിൽ 2 മുഖം ഉണ്ടെങ്കിൽ, കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിൻ നാർ. അവൻക്ക് ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള 2 നാവുകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മളിതിലുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രത്യക്ഷത്തിലൊരു മുഖം, സ്വകാര്യതയിൽ വേറൊരു മുഖം. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുന്നു, അയാളോട് സ്നേഹം കാണിക്കുന്നു, അയാളോട് സൗഹൃദം പങ്കിടുന്നു. അപ്പുറത്ത് പോയിട്ട് ഇതേ മനുഷ്യൻ്റെ കുറ്റം നമ്മൾ പറയുന്നു, ഇതേ മനുഷ്യൻ്റെ ഗീബത്തിന് നമീമത്ത് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മുഖമുണ്ട്. ആ 2 മുഖം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുനാഫിഖുകളിൽപ്പെട്ടവരാണ്, നമ്മൾ സ്വർഗാവകാശികളിൽപ്പെട്ടവരല്ല. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ശപിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ. അതാണ് നിഫാഖ്, കപടത ഉണ്ടാകാൻ പാടില്ല. ഒരാളിൽ എന്തെങ്കിലും ഒരു വിഷയം പറയുകയാണെങ്കിൽ അത് സ്വകാര്യമായിട്ട് അയാളോട് മാന്യമായിട്ട് അവതരിപ്പിക്കുക എന്നതാണ് മുസ്ലിമിൻ്റെ രീതി.
പരസ്യമായിട്ട് അവതരിപ്പിക്കാൻ പാടില്ല. ഒരാളോട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം. ആരായിക്കോട്ടെ, സ്വന്തം മകനോടായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടായിക്കോട്ടെ, ഭാര്യയുടെ അടുത്തൊരു വിഷയം കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഭാര്യനോട് അത് പറയാൻ പാടില്ല. സ്വന്തം മക്കളുടെ ഇടയിൽ ഒരു വിഷയം വന്നാൽ ബാക്കിയുള്ള മക്കൾ, ആരാൻ്റെ മക്കളെ കുറിച്ചല്ല പറയുന്നത്, മൂത്ത മകൻ്റെ അടുത്തൊരു വിഷയം കണ്ടു, താഴെ 2-3 കുട്ടികളുണ്ടെങ്കിൽ ആ 2-3 കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മൂത്ത മകനോട് ഈ വിഷയത്തെക്കുറിച്ച് ശകാരിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനം. ഏതൊരാളുടെ അഭിമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭിമാനത്തെ നമ്മൾ ഒരിക്കലും തന്നെ നിസ്സാരാക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 2 മുഖം ഉണ്ടാകാൻ പാടില്ല. ഒരാളുടെ അഭിമാനത്തെ ഒരിക്കലും നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും. ഒരു കള്ളുകുടിയനായ മനുഷ്യനാണ്, ആ കള്ളുകുടിയനായ മനുഷ്യനെ പോലും പൊതുമധ്യത്തിൽ ഇട്ടുകൊണ്ട് നമ്മൾ ശകാരിക്കാൻ പാടില്ല. ആ മനുഷ്യനെ സ്വകാര്യതയിൽ വിളിച്ചുകൊണ്ട് പറയണം, മോനെ കള്ളു കുടിക്കരുതേ, അത് തെറ്റാണ് മോനെ. സ്വകാര്യതയിൽ വിളിച്ചു പറയണം. പരസ്യമായിട്ട് ഒരാളെ ഉപദേശിക്കണത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലല്ലോ. നമ്മളെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഈമാൻ കാണിക്കണത്? ഒരിക്കലും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ മുന്തിരി കൊടുന്നെടുത്തു. മുന്തിരി കൊടുന്നെടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങി ആ മുന്തിരി മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ സ്വഹാബത്തിനൊരു സംശയം. സാധാരണ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ 1-2 മുന്തിരി റസൂലുള്ള ഭക്ഷിക്കും, എന്നിട്ട് ബാക്കി വിതരണം ചെയ്യല. ഇതെന്താ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരാതെ മുഴുവനും കഴിച്ചത് എന്ന് സ്വഹാബത്തിനൊരു സങ്കടം, ഒരു വിഷമം ഒക്കെ. ഈ മനുഷ്യൻ പോയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച്, അല്ല എന്താ നബി അങ്ങനെ ഇതേ? സാധാരണ ഞങ്ങൾക്കൊക്കെ തരലുണ്ടല്ലോ, അതിന് ബർക്കത്ത് ഞങ്ങൾക്ക് കിട്ടലുണ്ടല്ലോ, മുന്തിരി ഇട്ടാത്ത വിഷമല്ല, ബർക്കത്ത് ഇട്ടാത്ത വിഷമ, എന്താ തരാത്ത ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇന്നത്തെ ആ മുന്തിരി കുറച്ച് പുളി അധികമായിരുന്നു, അപ്പം ഞാനത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആ പുളിയുടെ ഒരു ഭാവം വന്നാൽ അത് ഈ മനുഷ്യന് വിഷമാവും. അല്ല നിങ്ങളെങ്ങാനും അത് കഴിച്ചതിന് ശേഷം ഇന്നത്തെ കുറച്ച് പുളി അധികമാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് വിഷമാവൂലേ? അപ്പം അത് മനുഷ്യന് സങ്കടാവൂലേ? അതുകൊണ്ടാണ് ഞാൻ തരാനത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലത്തിലെ നമ്മൾ എടുക്കേണ്ടത്.